പ്രിയ സഹൃദയമിത്രങ്ങൾക്ക് നമസ്കാരം. കാവ്യരശ്മിയിലേക്ക് സ്വാഗതം. ഞാൻ മുരളി ബമ്മണൂർ. മഹാഭാരതത്തിലെ ധർമ്മസന്ദേശം ഭാഗം 2. സമന്തപഞ്ചകം. അജ്ഞാതനാമാവായ ഒരു ആചാര്യൻ ഭാരതകഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഭാരതം ഭാനുമാനിന്ദു രതിന്യ സുരമീത്രയ തതോ ജ്ഞാനതമോന്തസ്യ കാ ജഗതോ ഭവൽ. ഭാരതവും സൂര്യനും ചന്ദ്രനും ഉണ്ടാകാതെ ഇരുന്നുവെങ്കിൽ അജ്ഞാനതിമിരഗ്രസ്തമായിരിക്കുന്ന ലോകത്തിന് നേരിടുന്ന ദുരവസ്ഥ എന്തായിരിക്കും എന്ന്. വിവക്ഷ ഇങ്ങനെയാണ്. സൂര്യചന്ദ്രാദികൾ ബഹിർഗതമായ ഇരുട്ടിനെ എങ്ങനെ ഇല്ലാതാക്കുന്നുവോ എന്നതുപോലെ മാനവ മനസ്സിലെ അജ്ഞാനതിമിരനിരയെ നീക്കി ഭാരതമെന്ന ജ്ഞാനദീപം പ്രകാശമാനമാക്കി തീർക്കുന്നു എന്ന്. ഉഗ്രശ്രവസിനോട് മുനിമാർ സമന്തപഞ്ചകം എന്ന പുണ്യതീർത്ഥത്തിൻ്റെ ഉത്പത്തി കഥ കേൾക്കാൻ ആഗ്രഹമറിയിച്ചു. മുനി കഥ പറഞ്ഞു തുടങ്ങി. ത്രേതദ്വാപരസന്ധിയിൽ ജാമദഗ്നൻ ഭാർഗവരാമൻ കാർത്തവീര്യൻ്റെ മക്കളിൽ നിന്നാരംഭിച്ച് ക്ഷത്രിയ വംശത്തെ മുച്ചൂടും മുടിച്ച വേളയിൽ ക്ഷത്രിയ രക്തം നിറച്ച് ആ രക്തഹൃദങ്ങളിൽ നിന്നുകൊണ്ട് തൻ്റെ പിതൃക്കൾക്ക് തർപ്പണം ചെയ്തു 5 വട്ടം. ആ 5 തടാകങ്ങളാണ് സമന്തപഞ്ചകം എന്നറിയപ്പെടുന്നത് എന്നാണ് കേൾവി. മുനി കഥ തുടർന്നു. നിണഹൃദങ്ങളിൽ നിന്ന് തർപ്പണം ചെയ്ത ജാമദഗ്നന് ഋജീകൻ തൊട്ടുള്ള പിതൃക്കൾ പ്രത്യക്ഷരായി പറഞ്ഞു, രാമ, നിന്റെ പിതൃപൂജയിൽ ഞങ്ങൾ അതിപ്രീതരായിരിക്കുന്നു. ഭവാൻ എന്തു വരമാണ് ഞങ്ങളിൽ നിന്ന് ഇച്ഛിക്കുന്നത്? രാമൻ പറഞ്ഞു, ദേവാംശരായ പിതൃവര്യരെ, നിങ്ങളാൽ ഞാൻ അനുഗ്രഹീതനാവുന്നു എങ്കിൽ അത് ക്ഷത്രിയ വംശ നിഗ്രഹത്താൽ എനിക്ക് വന്നുകൂടിയ പാപത്തിൽ നിന്ന് എന്നെ മുക്തനാക്കി രക്ഷിച്ചാലും, ഞാൻ തീർത്ത ആ നിണഹ്രദങ്ങൾ 5 പുണ്യതീർത്ഥങ്ങളായി പരിണമിക്കാൻ അനുഗ്രഹിച്ചാലും, പിതൃക്കളുടെ അനുഗ്രഹവർഷത്താൽ പിന്നീട് അവ പുണ്യതീർത്ഥങ്ങളായി കൽപ്പിച്ച് ലോകരാൽ കൊണ്ടാടപ്പെട്ടു. ആ പ്രദേശം പുണ്യസ്ഥലിയായ സമന്തപഞ്ചകം എന്ന് വിഖ്യാതമായി. കുരുക്ഷേത്ര യുദ്ധത്തിനായി തിരഞ്ഞെടുത്തത് ഈ സമന്തപഞ്ചകസ്ഥലിയാണല്ലോ. സരമയുടെ കഥ. പരീക്ഷിത്തിൻ്റെ പുത്രനായ ജനമേജയൻ സമന്തപഞ്ചകമെന്ന് വിഖ്യാതമായ കുരുക്ഷേത്രത്തിൽ വെച്ച് ഒരു ദീർഘസത്രം നടത്തിയിരുന്നു. അവിടെ ദേവശുനിയായ, ശുനി എന്നാൽ പട്ടി, സരമയുടെ പുത്രൻ അറിയാതെ സത്രം നടക്കുന്നതിൻ്റെ പരിസരത്ത് ചെല്ലാനിടയായി. ജനമേജയൻ്റെ സഹോദരന്മാർ ആ നായയെ വല്ലാതെ പ്രഹരിച്ചു. അടികൊണ്ടവശനായ നായ കരഞ്ഞുകൊണ്ട് അമ്മ സരമയുടെ അടുക്കൽ ചെന്നു. എന്താണ് നീ കരയുന്നതെന്ന് ശുനി പുത്രനോട് ചോദിച്ചു. അവൻ, ജനമേജയൻ്റെ അനുജന്മാർ എന്നെ ക്രൂരമായി അടിച്ച വേദനയാലാണ് ഞാൻ കരഞ്ഞത് എന്നറിയിച്ചു. അവർക്കു നിന്നെ അടിക്കുവാൻ തക്ക എന്തു തെറ്റാണ് നീ ചെയ്തത് എന്ന് ചോദിച്ചു. യജ്ഞസ്ഥലത്ത് ചെല്ലുകയോ ഹവിസ് നോക്കുകയോ നക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്നവൻ അമ്മയോട് ആണയിട്ടു പറഞ്ഞു. മകൻ പറയുന്നത് സത്യമെന്ന് ബോധ്യപ്പെട്ട സരമ പുത്രൻ്റെ ദുഃഖമോർത്ത് ക്ലേശിച്ച് സത്രം നടക്കുന്നിടത്തേക്ക് ചെന്നു. ജനമേജയനെയും സോദരന്മാരെയും നോക്കി ദേവശുനി പറഞ്ഞു, എൻ്റെ പുത്രനെ എന്തിനാണ് നിങ്ങൾ ഉപദ്രവിച്ചത്? അവൻ ഹവിസ് നോക്കുകയോ നക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടും അകാരണമായി നിങ്ങൾ എന്തിനാണ് അവനെ അടിച്ചത്? അവർക്ക് അതിനുത്തരമില്ലാത്തതിനാൽ അവർ അതിനു മറുപടിയൊന്നും പറഞ്ഞില്ല. കോപിഷ്ഠയായ സരമ ജനമേജയനെ ശപിച്ചു. ഒരു കുറ്റവും ചെയ്യാത്ത എൻ്റെ പുത്രനെ അടിക്കയാൽ നീ അദൃഷ്ടഭയത്തിന് അടിമപ്പെടും എന്നായിരുന്നു ശാപം. സരമാശാപം കേട്ട് ജനമേജയൻ വല്ലാതെ സംഭ്രമിച്ചു. ദീർഘസത്രം കഴിഞ്ഞ് ഹസ്തിനപുരിയിലെത്തിയ ശേഷം പാപശാന്തി വരുത്തുവാൻ ഒരു പുരോഹിതനെ തിരയുകയായിരുന്നു. ഒരു നാൾ നായാട്ടിനായി കാട്ടിലലയവേ ഒരാശ്രമം കണ്ട് അദ്ദേഹം അവിടെ ചെന്നു. ശ്രുതശ്രവസ് എന്ന മഹർഷിയുടെ ആശ്രമമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ പുത്രൻ സോമശ്രവസ് തപോനിഷ്ഠയിൽ അഗ്രേസരനായിരുന്നു. ജനമേജയൻ ശ്രുതശ്രവസിനെ നമസ്കരിച്ച് ആദരിച്ച ശേഷം തൻ്റെ ഇംഗിതമറിയിച്ചു. മഹർഷേ, അങ്ങയുടെ പുത്രനും തപോനിഷ്ഠയിൽ അഗ്രേസരനുമായ സോമശ്രവസിനെ ഞാൻ രാജപുരോഹിതനായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു.
അങ്ങ് സദയം അനുവദിച്ച് അനുഗ്രഹിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. രാജഹിതം മനസ്സിലാക്കിയ മഹർഷി പറഞ്ഞു, ഇവൻ എൻ്റെ ശുക്ലം പാനം ചെയ്ത സർപ്പകന്യകയിൽ ജനിച്ചവനാണ്. തപോബലത്താൽ ഞാൻ ജ്ഞാനം പകർന്നു വളർത്തിയ പുത്രനാണിവൻ. മഹാദേവാംശമായ കൃത്യയിൽ നിന്നേൽക്കുന്ന പാപമൊഴികെ മറ്റെല്ലാ പാപമോചനവും അവൻ്റെ സ്വാധ്യായത്താൽ അകലുന്നതാണ്. പക്ഷേ ബ്രഹ്മജ്ഞാനികൾ ഇവനോട് എന്താവശ്യപ്പെട്ടാലും അത് സാധിച്ചു കൊടുക്കുന്ന പ്രകൃതമാണ് അവൻ്റേത്. അത് ഏൽക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങേക്ക് ഇവനെ കൊണ്ടുപോകാം. രാജാ ജനമേജയൻ മഹർഷിയുടെ വാക്കുകൾ അംഗീകരിച്ച് ഉഗ്രശ്രവസിനെയും കൂട്ടി ഹസ്തിനപുരിയിലേക്ക് യാത്രയായി. സോമശ്രവസ്സിലൂടെ തൻ്റെ പാപമോചനവും സാധ്യമാക്കി. ഇവിടെ ഒരു സന്ദേശമുണ്ട്. രാജാവായാലും അകാരണമായി തൻ്റെ രാജ്യത്തിലെ ഒരു ജീവിയെയും ഉപദ്രവിക്കുന്നത് കരണീയമല്ല എന്നതാവുന്നു അത്. ഏവർക്കും നമസ്തേ. അടുത്ത ഖണ്ഡത്തിൽ വീണ്ടും വരാം. നന്ദി.